നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മഹാക്ഷേത്രങ്ങൾ ഉള്ളിടം മാത്രമേ പുണ്യസ്ഥലങ്ങളായി കാണാവൂ എന്ന് എവിടെയും പറഞ്ഞിട്ടുള്ളതായി എന്റെ അറിവിലില്ല. പുണ്യകർമ്മങ്ങൾ നടന്നതോ നടക്കാൻ സാധ്യതയുള്ളതോ ആയ സ്ഥലങ്ങളൊക്കെ പുണ്യസ്ഥലങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താ തിരുമേനി, അതല്ലേ അതിന്റെ ശരി? ഉവ്വ്, അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഈ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു ഞാൻ ഇന്ന് രാവിലെ വരെ. ഇനി അങ്ങോട്ട് എല്ലാം എനിക്ക് മനസ്സിലായി. ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടത്തെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. ആചാര്യന്മാർ പ്രതിഷ്ഠിച്ച ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹവും സ്വയംഭൂവായ ശിവലിംഗവും ഇളക്കി മാറ്റി ദേവപ്രശ്നം നടത്താതെ പുനഃപ്രതിഷ്ഠയ്ക്കൊരുങ്ങുന്നത് ശുദ്ധവിഡിത്തമാണ്. ദേശത്താകെ സർവനാശം ക്ഷണിച്ചു വരുത്താനേ അത് ഉപകരിക്കും. അതൊക്കെ വേണ്ടപ്പെട്ടവരോട് ഞാൻ സൂചിപ്പിച്ചതാണ്. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ അവര് തയ്യാറായില്ല. സാരമില്ല, കണ്ടറിയാത്തവർ കൊണ്ടറിയുമ്പോഴല്ലേ പഠിക്കൂ. മകളാണല്ലേ? അതെ, പ്രസവത്തോടെ എന്റെ മോളുടെ അമ്മ മരിച്ചു. ഇപ്പോ എന്റെ കുഞ്ഞും ദീനക്കാരിയായി. എന്താ മോളുടെ പേര്? ശിവപ്രിയ. ശിവപ്രിയക്കുട്ടി നന്നായി കീർത്തനം ചൊല്ലി കേട്ടോ, അസ്സലായിരുന്നു. ഇവളുടെ അമ്മയും നന്നായിട്ട് പാടുമായിരുന്നു. പക്ഷേ ഇവളെ നല്ലൊരു ഗായിക ആക്കണമെന്നായിരുന്നു രുക്മിണിയുടെ ആഗ്രഹം. മൂകാംബികമ്മയുടെ സന്നിധിയിൽ അരങ്ങേറ്റം നടത്തണമെന്നുണ്ടായിരുന്നു. അതൊന്നും സാധിച്ചില്ല സ്വാമി. ഇനിയിപ്പോ ഒന്നിനും യോഗമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ നിരാശപ്പെടുകയൊന്നും വേണ്ട. തിരുമേനി ഒരു കാര്യം ചെയ്യൂ. 3 നാൾ വ്രതമെടുത്ത് മോളെയും കൂട്ടി മൂകാംബികാദേവിയെ തൊഴുതു വരൂ. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മോൾക്ക് രോഗശാന്തി ഉണ്ടാവും. ഉവ്വ്, അങ്ങനൊരു ആഗ്രഹം മനസ്സിലുണ്ട്. എങ്കിൽ അതിനായി ഒരുങ്ങിക്കൊള്ളൂ. അമ്മ കൈവിടില്ല. മോളെ, സ്വാമി നമസ്കരിക്കും മോളെ. അമ്മ അനുഗ്രഹിക്കട്ടെ. ഇത് മോൾ എടുത്തോളൂ. നിത്യവും പ്രാർത്ഥിക്കാൻ ഈ ശിവരൂപം മോൾക്ക് ഞാൻ തരികയാണ്. സാക്ഷാൽ മൃത്യുഞ്ജയനായ മഹാദേവന്റെ അനുഗ്രഹം മോൾക്ക് എപ്പോഴും ഉണ്ടാവട്ടെ. നന്നായി വരും. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. അങ്ങനെ ആവട്ടെ. അമ്മയുടെ കടാക്ഷം ഉണ്ടാവട്ടെ. വാ മോളെ. അമ്മേ, ഇന്ന് ഇടിയപ്പം കിഴങ്ങറിയാണോ? എനിക്ക് വേണ്ട. കിടന്ന് പിടക്കില്ലേ ചെക്ക. അമ്മ ഇത് ചൂട് ഓംലെറ്റ് ഉണ്ടാക്കുക. ഇപ്പൊ കൊണ്ടുവരട്ടാ. കഴിക്കും. സിംഗിൾ ആണോ? ഡബിൾ ഉണ്ടായിക്കൂടായിരുന്നോ? പിന്നെ ഡബിള്. ഒരെണ്ണത്തിന് തന്നെ ഒപ്പിക്കാൻ പെട്ട പാട് എനിക്കറിയാം. മുട്ടയ്ക്കൊക്കെ തീ പിടിച്ച വിലയാ. കിള്ളി കിള്ളി ഇരിക്കാതെ വേഗം എടുത്ത് കഴിക്കടാ. തന്റെ മോൾ ഇപ്പൊ വരും. കഴിക്കേ. എന്താ മഹിമ ഇത്? ഈ വീട്ടിൽ മുട്ടയും മാംസവും ഒന്നും വച്ചുണ്ടാക്കരുതെന്ന് എത്ര തവണ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇതൊരു പൂജാരിയുടെ വീടാണെന്ന് ഓർത്തൂടെ നിനക്ക്? പൂജയും വഴിപാടും ഒക്കെ അമ്പലത്തിലല്ലേ. നിങ്ങൾ അച്ഛനും മോൾ ഇതൊന്നും കഴിക്കത്തുമില്ലല്ലോ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തു ആവാന്നാണോ? പറയുമ്പോ ദേഷ്യം വന്നിട്ട് കാര്യമില്ല. ഇവൻ എന്തെങ്കിലും ഒന്ന് കഴിക്കണമെങ്കിൽ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം.
ചിക്കനൊന്നും വാങ്ങിക്കൊടുക്കാനുള്ള പണം ഇല്ലാത്തോണ്ടാ വല്ലപ്പോഴും ഈ മുട്ട പൊരിച്ചു കൊടുക്കുന്നേ. അതിന് ഇത്ര എങ്ങനെ വെള്ളം വെക്കുന്ന എന്തിനാ? ദേ നേരാവണ്ണം ഒന്നും കഴിക്കാത്തോണ്ട് എന്റെ കുട്ടി അങ്ങ് കോലം കെട്ടുപോയി. ഇവനാണോ കോലം കെട്ട് പോയത്? കൂട്ടുകാരി പിള്ളേർ ഇവൻ എന്താ വിളിക്കുന്നത് അറിയോ നിനക്ക്? ഗുണ്ടുമണിയെന്ന്. ചെറുപ്രായത്തിൽ ഇങ്ങനെ കണ്ണി കണ്ടതെല്ലാം വാരി വലിച്ചു തിന്നാ അതിന്റെ കേട് അവന്റെ ശരീരത്തിന് തന്നെയാ. എന്റെ മോൻ ഒരു സൂക്കേടും വരത്തില്ല. എന്തെങ്കിലും പോഷകാഹാരം കഴിക്കുന്നുണ്ടാ ഇവൻ ഈ ചെറുപ്രായത്തിലെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. അതേസമയം നിങ്ങളുടെ മോളുടെ അവസ്ഥയോ?